പ്രിയപ്പെട്ടവരെ, ഒരു ചേന വിളവെടുത്തതിന് ശേഷം അത് അടുത്ത സീസണിലേക്ക് വിത്തിനായി എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്നതിനെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം അറിയാമെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത്. ഒരു ചേന കിളച്ച് എടുത്തിരിക്കുകയാണ്. കിളച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ എങ്ങനെയാണ് വിത്തായി സൂക്ഷിക്കുന്നത് എന്ന് നോക്കാം. വിത്തിനായി വിളവെടുത്ത ചേന നമ്മൾ ആദ്യം ഒന്ന് വൃത്തിയാക്കിയാണ് വേണ്ടത്. വൃത്തിയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പുറമേയുള്ള മണ്ണുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വേരുകൾ നീക്കം ചെയ്യുക. പിന്നെ പല സ്ഥലങ്ങളിലായി മുളകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. ആ മുളകൾ കത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ നീക്കം ചെയ്യുക തുടങ്ങിയവയാണ്. പിന്നീട് ഈ കുഴി ഭാഗത്താണ് നമുക്ക് അടുത്ത സീസണിലേക്ക് മുളകൾ പ്രത്യക്ഷപ്പെടുന്നത്. ആ ഭാഗവും ഒന്ന് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഭാഗം പിഴുത് കളയണം. അതും ഒരു പക്ഷേ അവിടെ മുള വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ മുള വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെ പിഴുത് കളഞ്ഞതിന് ശേഷം ഇവിടെ ഈ കുഴിഞ്ഞ ഭാഗമാണ് പിന്നീട് നമുക്ക് അടുത്ത വർഷത്തേക്ക് മുള വരുന്നത്. അത് ഒരു വലിയ ചേനയാകുന്ന സമയത്ത് 3-4 മുളകളൊക്കെ അവിടെ ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ പിൻഭാഗം അവിടെയും മുളകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതും നമ്മൾ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ നീക്കം ചെയ്യേണ്ടതാണ്. അധികം വലുപ്പമുള്ള ചേന ആവശ്യമില്ല. ഒരു ശരാശരി വലുപ്പമുള്ള ചേന വിത്തിനായി തിരഞ്ഞെടുത്താൽ മതി. വിത്ത് വൃത്തിയാക്കുമ്പോൾ തൊലി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്ത് ചേനകൾ നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് വിത്ത് പരിചരണമാണ്. വിത്ത് പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചച്ചാണകം, സ്യൂഡോമോണസ് എന്നിവ ഒരു വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചേന വിത്ത് അതിൽ മുക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ആവശ്യമായ പച്ചച്ചാണകം ഇത് കലക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ സ്യൂഡോമോണസും പച്ചച്ചാണകവും നമ്മൾ കൈകൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതിലൊരു ഗ്ലൗസ് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുശേഷം ഗ്ലൗസ് ഉപയോഗിച്ച് ഇത് കലക്കിയെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ചേന വിത്ത് മുക്കി എടുത്ത് അത് പരിചരണം നടത്തിയാണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇവിടെ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുത്തത്. ചേനകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ വെള്ളം എടുക്കാവുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ കുമിൾബാധയും മറ്റും തടയാൻ അത്യാവശ്യമാണ്. അതാണ് ഈ പരിചരണം നടത്തുന്നത്. വിത്ത് പരിചരണം നടത്തിയതിന് ശേഷം ചേനകൾ നമ്മൾ അടുത്ത സീസണിലേക്ക് മുള വരുന്നത് വരെ സുരക്ഷിതമായി സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതിന് 2 മരത്തടി കല്ലിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ കമിഴ്ത്തി വെച്ചാൽ മതി. ഇത് വെക്കുന്നത് നല്ല തണൽ ലഭിക്കുന്ന, പ്രത്യേകിച്ച് ആലകളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കമിഴ്ത്തി വെച്ചാൽ മതി. ആദ്യം ചേനകൾ കമിഴ്ത്തി വെച്ച് അതിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് മറ്റ് ചേനകളും കമിഴ്ത്തി വെക്കാവുന്നതാണ്. ഇത് മുളച്ചു വന്ന ചേനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുഴിഞ്ഞ ഭാഗത്ത് മുള കൃത്യമായി വന്നിട്ടുണ്ട്, പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം ഒരു 5 മുള. ഇപ്പോൾ ആ ചേനയിൽ ഒരു 5ഓളം മുളകളുണ്ട്. അപ്പോൾ 5ഓളം മുളകളിൽ 5ഉം കൃത്യമായി മുറിച്ചെടുക്കാൻ സാധിക്കില്ല. അത് ചേനയുടെ ഭാഗം അതിൽ ഉൾപ്പെടണം. എന്നാൽ മാത്രമേ നമുക്കത് നട്ട് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലൊരു 4 മുള നമുക്ക് കൃത്യമായി മുറിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷമാണ് നടുന്നത്. അപ്പോൾ 4 മുള നമുക്ക് ചേനയുടെ ഭാഗം കൂടി ലഭിക്കുന്ന വിധത്തിൽ മുറിച്ചെടുക്കാം. അങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത്. അങ്ങനെ മുറിച്ചെടുത്താൽ മാത്രമേ നമ്മൾ ആ ചേനയുടെ ഭാഗം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചേന നട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ള വലുപ്പത്തിലുള്ള ചേന ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.